അപ്പൊ ഇനി ഡാൻസ് പ്രാക്ടീസ് തുടങ്ങാം. ഡാൻസ് പ്രാക്ടീസ് തുടങ്ങാം. റെഡിയല്ലേ? റെഡിയാണോ? റെഡിയാണോ? ഓക്കെ ഫൈൻ. ഓക്കെ 1 2. പക്ഷെ ഒരുമിച്ച് വേണം കേട്ടോ, അല്ലാതെ ചെയ്യല്ലേ. ഓക്കെ റെഡി 1 2 3. ടീ അങ്ങോട്ട് കറങ്ങി. ഓക്കെ നിങ്ങൾ രണ്ടുപേരും ഗ്യാപ്പ് പാടില്ല കേട്ടോ, രണ്ടുപേരുടെയും ഷോൾഡർ കറക്റ്റ് ആവണേ. ഓക്കെ റെഡി. ചേച്ചി കറങ്ങുമ്പോൾ ടീക്കുട്ടി അവിടെ നിന്ന് കറങ്ങുക, പിന്നെ രണ്ടുപേരുടെയും ഷോൾഡർ. റെഡി അല്ലേ? ഓക്കെ പിച്ച് ഇവിടെയാണോ നിൽക്കുന്നത്? ഓക്കെ ശരി. ഓക്കെ റെഡി 1 2 3 സ്റ്റാർട്ട്. ഓക്കെ അല്ലേ? സ്റ്റാർട്ട് ചെയ്യട്ടെ. റെഡി 1 2 3 സ്റ്റാർട്ട്. ഓണം ഫോട്ടോഷൂട്ടാണ് ഈ സമ്മർ ഇത്തിരി നേരത്തെ ആണ്. അതെ വേഗം ചെയ്യാൻ എക്സാംസ് ഒക്കെ വരാൻ പോവാണ്, അപ്പൊ പിന്നെ അതിന് കോൺസെൻട്രേഷൻ കൊടുക്കണം. അപ്പൊ ഫോട്ടോഷൂട്ട് വേറെ ഉണ്ട്. അത് മാത്രമല്ല ഇന്ന് ടീക്കുട്ടിയുടെ ഡാൻസ്. അയ്യോ എനിക്ക് നമ്മുടെ അനഘ ചേച്ചി വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ ടീക്കുട്ടി അതിക്കുട്ടിന്റെ ബർത്ത്ഡേക്കൊക്കെ ഡാൻസ് ചെയ്തതും ആങ്കർ ചെയ്തതും നല്ല ഡാൻസറാണ്. ഇപ്പൊ ബോംബെയിൽ IIT പഠിക്കുകയാണ് ഗൈസ്. ഇനി 4 വർഷം കഴിഞ്ഞ് ഡോക്ടറേറ്റ് എടുത്തിട്ട് വരും, PhD ഫിസിക്സിൽ ഗൈസ്. അതൊരു വലിയ അച്ചീവ്മെന്റ് അല്ലേ ടിയ? അപ്പം അനഘ ചേച്ചി ഉണ്ടെങ്കിൽ ടീക്കുട്ടി ഡാൻസ് കളിക്കുള്ളൂ. നമ്മുടെ കമന്റ്സിൽ മുഴുവൻ ടിയ ഒരു ഡാൻസ് കളിക്കും എന്നാ പറയുന്നത്. പക്ഷെ അങ്ങനെയൊന്നുമില്ല, നമ്മൾ ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ നമ്മളിത് ഇങ്ങനെ മേക്കപ്പ് ഒന്നും അങ്ങനെ പ്രത്യേകിച്ചിട്ടൊന്നും ഇല്ല, ടീക്കുട്ടി തന്നെ ചെയ്യാണ് അല്ലേ ടിയ? ഓക്കെ അപ്പൊ എന്തെല്ലാം ഒക്കെ ചെയ്യുന്നുണ്ട്, അവളുടെ ഇഷ്ടത്തിന് ചെയ്തോട്ടെ. പക്ഷെ ലൈറ്റ് മേക്കപ്പ് മതി കേട്ടോ. ഓക്കെ അപ്പൊ നമ്മുടെ ഓണം ഷൂട്ടിന്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. കണ്ണെല്ലാം എഴുതി. എത്ര നേരത്തെയാണെന്ന് ചോദിക്കരുത്, കാരണം വെച്ചാൽ എക്സാം പെട്ടെന്ന് വന്നത് കൊണ്ട് ഉള്ള തീരുമാനമാണ് കേട്ടോ അല്ലേ ടിയ? ഓക്കെ അപ്പൊ അഡ്ജസ്റ്റ് ചെയ്യാലടാ. ഇനി ടീക്കുട്ടിയുടെ ഡ്രസ്സ് അദ്ദിക്കുട്ടിയുടെ ഡ്രസ്സ് കാണിച്ചു തരാം കേട്ടോ. ടീക്കുട്ടിയുടെ ഇന്നലെ ഓൾറെഡി ഇത് വ്ളോഗിൽ കാണിച്ചിട്ടില്ല അല്ലേ, ആ പെയിന്റ് ചെയ്തിട്ടുള്ള സംഭവം ഹാൻഡ് പ്രിന്റഡ് സാധനം കേട്ടോ. എന്ത് ബ്യൂട്ടിഫുൾ ആണെന്ന് നോക്കി. അപ്പോൾ ഞാൻ അവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് താഴെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എനിക്ക് അതുപോലെ തന്നെ അദ്ദിക്കുട്ടൻ്റെ ആണ് ക്യൂട്ടായിട്ട് ഇതെല്ലാം പ്രതീക്ഷിച്ച് വരച്ചതാണ് കേട്ടോ. എന്ത് ഭംഗിയാന്ന് നോക്കി. ഇത് ഇട്ടിട്ട് നമുക്ക് അദ്ദിക്കുട്ടനെ ഒന്ന് കാണാം. പിന്നെ ഈ ഒരു സാധനം ഇത് ഞാൻ ഏതെങ്കിലും നേരെ വെച്ചേട്ടിയാ ഇങ്ങനെ വെച്ച്, ഇത് ഫുൾ മിറർ വർക്കാണ് കേട്ടോ. എന്ത് ഭംഗിയാ നോക്കി. ഇത് നിമിഷാൻ്റെക്ക് ഒരു ബ്ലാക്ക് ഡ്രസ്സ് എടുത്തിട്ട് അതിൽ വെക്കാം. നന്നായിട്ടില്ലേ? ഫുള്ള് ഗ്ലേസിങ് ആയിട്ടുണ്ടല്ലേ തേള. ഇത് ഫുൾ റിയൽ മിറർ ആട്ടോ, ഞാൻ ചുമ്മാ കാണിച്ചു തന്നു എന്ന് മാത്രം. അപ്പൊ നമുക്ക് ഓരോന്നോരോന്ന് ഡ്രസ്സ് ചെയ്താലോടാ. ടീമോളൊന്ന് തിരിഞ്ഞേ. ഓക്കെ അപ്പൊ നമ്മളുടെ ഓണം ഔട്ട്ഫിറ്റ് എന്ന് പറഞ്ഞ സംഭവം റെഡി ആയിട്ടുണ്ട്. ഒരു വെറൈറ്റി ഹാൻഡ് പെയിന്റ് ചെയ്തതാണ് കേട്ടോ, അതാണ് ഇതിലെ സ്പെഷ്യാലിറ്റി. അതുകൊണ്ട് നമ്മൾ ഓർണമെന്റ്സ് ആയിട്ട് ഒന്നും ഇട്ടിട്ടില്ല. നമ്മൾ വള ഒന്നും വേണ്ട, അതിന് ഭംഗി ഉണ്ടാവില്ല. നമ്മൾ ഡെയിലി ഇടുന്ന നമ്മുടെ ഗോൾഡ് ഓർണമെന്റ്സ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. വേറെ വളകൾ ഒന്നും തന്നെ യൂസ് ചെയ്തിട്ടില്ല, കാരണം അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഡ്രസ്സിന്റെ ഒരു ഭംഗി പോകും ഗൈസ്. എനിക്ക് ഇതിന്റെ വള വേണ്ടടാ, വള വേണ്ടടാ, അത് ഇല്ലെങ്കിൽ ഒരു രസമില്ല. ഇത് മതിയേടാ, എടാ വള വേണ്ടടാ. ഇപ്പൊ ഇവിടെ കാണുന്നത് ഇത് ഇവളുടെ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന വളയാണ്, 2ാം ക്ലാസ് സമയത്ത് പഠിക്കുന്ന വള. അത് ഇവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതില് ഇതിപ്പോ എന്റെ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ്, അത് വെച്ച് ഇടാൻ നോക്കുകയാണ് കേട്ടോ. വേണ്ട പൊന്നാ, വള വേണ്ട, ഇറ്റ്സ് ഓക്കേ. വേണ്ടടാ, ഇത് എനിക്ക് കയ്യിൽ കൊള്ളില്ല. ഇത് നീ 2ാം ക്ലാസ്സിലോ 3ാം ക്ലാസ്സിലോ പഠിക്കുമ്പോ കുഞ്ഞു വള. ഷൂ അത് വേണ്ട പൊന്നാ, അതെ മമ്മടെയാടാ, നിനക്ക് ഓവറാ. എന്നെ എന്തോ പറഞ്ഞു. ഇനി പഠിക്കാൻ കിട്ടുന്നുണ്ടോ? അമ്മമാര് പറയണത് ഒന്ന് കേക്കണം. മമ്മ പറയണൊന്ന് കേൾക്കണം. അത് 2ാം ക്ലാസ്സിലോ 3ാം ക്ലാസ്സിലോ വള മമ്മ സൂക്ഷിച്ചു വെച്ചതാണ്. വല്ല ആവശ്യമുണ്ടോ? പിന്നല്ലാതെ അങ്ങനെ എല്ലാം കളയാ, അങ്ങനെയൊന്നും പറയാം. ഇതൊക്കെ നമ്മുടെ മെമ്മറീസ് ആണ്, ആകെ അത്രേ വളയുള്ളൂ. അത് മമ്മയുടെ വള. എന്തിനാ കുഞ്ഞേ നീ ഇങ്ങനെ വെറുതെ വളയിടണം, അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇവിടെ ഒന്ന് കാണിച്ച് വളയൊന്ന് കാണിച്ച്. എന്താ ഇപ്പൊ എന്താ പ്രശ്നം? ഇതിപ്പോ എന്തായി? അതല്ലേ ഞാൻ പറഞ്ഞു, വള വേണ്ട. മമ്മ പറയുന്നത് വള വേണ്ട പൊന്നാ, പറയണൊന്ന് കേക്കൂ. ഗുഡ്. ആ ബ്രേസ്ലെറ്റ് തന്നെ ഇടൂ. നോക്കട്ടെ ടീ മോളെ. മുടിയൊന്നും അങ്ങനെ അത്ര ഒരുപാടൊന്നും നമ്മൾ ചെയ്തിട്ടില്ല, വളരെ സിമ്പിളാണ്. നെറ്റിച്ചൂട്ടി ഒന്ന് ഫ്രണ്ടിലിട്ട് നോക്കട്ടെ, 1 മിനിറ്റ് എന്നിട്ട് മാറ്റിക്കും. നെറ്റിച്ചൂട്ടി ഇടണമെന്ന് വിചാരിച്ചു, പക്ഷേ അതൊന്നും ഇട്ടില്ല. പക്ഷേ അതൊന്നും ഇതിൽ ചേരുന്നതല്ല. അപ്പം അതുകൊണ്ട്
നമ്മളത് യൂസ് ചെയ്തിട്ടില്ല. ചേരുന്നില്ല ഗൈസ്, ഒന്നും ചേരുന്നില്ല. അപ്പോൾ അതിന് സിമ്പിളായിട്ട് ഉള്ളൊരു സ്റ്റിച്ചിങ് ആട്ടോ. നെറ്റിച്ചൂട്ടി വേണമെന്ന് പറഞ്ഞ് ഇത് നമ്മൾ 1 വർഷം 2 വർഷം മുമ്പുള്ള നെറ്റിച്ചൂട്ടി ആട്ടോ. പക്ഷെ എനിക്കിഷ്ടമായത് ഇതാണ്, ഈ വലിയ നെറ്റിച്ചൂട്ടിയാണ്. പക്ഷേ ടീക്ക് ഇഷ്ടപ്പെട്ടില്ല. ഓ എന്തൊക്കെയാ കാണിക്കുന്നേ. സുന്ദരി പണിയായിട്ടുണ്ട്. ബാക്ക് മാത്രം നോക്കരുതില്ല ടിയ, ബാക്ക് ഞങ്ങൾ അഡ്ജസ്റ്റ്മെന്റ് ആണ്. നിമിഷാന്റിക്ക് ഒന്നും ഇതിന് വലിയ ഐഡിയ ഇല്ലാത്തതുകൊണ്ടാട്ടോ. അങ്ങനെ ഇതേ ഇപ്പൊ തന്നെ നമ്മുടെ ഓണം വന്നിട്ടുണ്ട്. അദ്ദിക്കുട്ടന്റെ ഷർട്ട് എനിക്ക് എത്ര പറഞ്ഞിട്ടും മതിയാവില്ല കേട്ടോ. ഞാനത് അവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് താഴെ ഞാൻ മെസ്സേജ് ചെയ്യാം, നിങ്ങൾക്കത് ഇതാക്കാവുന്നതാണ് കേട്ടോ. എന്ത് ഡിസൈൻ വേണമെങ്കിലും ഹാൻഡ് പെയിന്റ് ചെയ്തെടുത്തതാണ്. നമ്മുടെ ടീക്കുട്ടി ഇതേ പുറത്ത് മഴ ഇപ്പം പെയ്യുന്നാണ് എനിക്ക് തോന്നുന്നത്. ടീക്കുട്ടിയുടെ ഡ്രസ്സും സൂപ്പറാണ്. അപ്പോൾ ഇത് പിടിച്ചോ, നമുക്കൊരു ഫോട്ടോ വേണമെങ്കിൽ എടുക്കാം. ഇപ്പം അനഘ ചേച്ചി വരും. നമ്മുടെ പുതിയ സബ്സ്ക്രൈബേഴ്സ് ഒന്നും ചിലപ്പോൾ അനഘ ചേച്ചിനെ അറിയില്ല. ഞങ്ങൾ ഡാൻസ് ടീച്ചറായി, ഇപ്പോൾ ബോംബെ IIT പഠിക്കുകയാണ്. ഇനി ഒരു ബുദ്ധിജീവിയാണ് ഗൈസ്. ഇനി 4 വർഷം കഴിഞ്ഞ് ഡോക്ടർ എന്ന് വിളിക്കാലോ അല്ലേ? വിളിക്കണം ആവട്ടെ. ഫിസിക്സിലാണ് ആള്, ഭയങ്കര ബുദ്ധിജീവിയാണ്. പിന്നെ എന്തായിരുന്നു, യൂണിവേഴ്സിറ്റി ഫസ്റ്റ് ആയിരുന്നില്ലേ? ഫോർത്ത് നമ്മളെ കട്ടിയ. അയ്യോ ടിയ, ഫിസിക്സ്. ഓക്കെ, അപ്പൊ നമ്മുടെ പിച്ചു എന്നാ ഞങ്ങളൊക്കെ വിളിക്കുക. അപ്പൊ അനഘ ചേച്ചി വന്നിട്ടുണ്ട്. അപ്പൊ ഞങ്ങളുടെ ഡ്രസ്സൊക്കെ നിങ്ങൾ നോക്കിക്കോളൂ. അദ്ദിക്കുട്ടന്റെ ചെരുപ്പ് എക്സ്ക്യൂസ്, അദ്ദിക്കുട്ടൻ ചെരുപ്പ് ഇട്ടിട്ടില്ല, ചെരുപ്പ് മറ്റേത് ഇട്ടിട്ടോ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളുടെ അടിപൊളി ഡ്രസ്സ്. ഔട്ട്ഫിറ്റ് ബ്ലൂ ആണ്. ഇത് മുഴുവൻ വരച്ചതാണ് അല്ലേ ടിയ? പെയിന്റ് ചെയ്തതാണ്. വരച്ചിട്ടല്ലേ പെയിന്റ് ചെയ്യാ? അത് ആളുടെ അമ്മ തന്നെ കേട്ടോ പെയിന്റ് ചെയ്തത്. അപ്പൊ അതിതേ അദ്ദിക്കുട്ടൻ്റെയും എല്ലാം സെറ്റാണ്. അപ്പൊ നിങ്ങൾ ഓണത്തിന് ഇപ്പൊ തന്നെ സെറ്റ് ചെയ്ത് വെച്ചോളൂ. താല്പര്യമുള്ളവർ ഞാൻ ഒരു ഇൻസ്റ്റാഗ്രാം കൊടുക്കാം, നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് DM ചെയ്താൽ മതി. അപ്പൊ ഇനി ഡാൻസ് പ്രാക്ടീസ് തുടങ്ങാം. ഡാൻസ് പ്രാക്ടീസ് തുടങ്ങാം. റെഡിയല്ലേ? റെഡിയാണോ? ഓക്കെ ഫൈൻ. കറക്റ്റ് ആയിട്ട് ചെയ്യോ? ഓക്കെ, അദ്ദിക്കുട്ടന് എക്സ്പ്രഷൻ ഇടോ, ചിച്ചണം കേട്ടോ എന്നാ. ഓക്കെ, റെഡിയല്ലേ? അനഘ 3, 2, 1 സ്റ്റാർട്ട്. ഓക്കെ എന്ന് വിചാരിക്കണം. ഒരു ടേക്കും കൂടി പോവാം. ഈ നടുവിൽ ഇത്ര ഗ്യാപ്പ് വേണ്ട. അദ്ദിക്കുട്ടൻ പൂവിൽ കളിക്കരുത്, നമുക്കിന്ന് ഷൂട്ട് ചെയ്യണം. ഓക്കെ, റെഡിയല്ലേ? ടീക്കുട്ടി നല്ല എക്സ്പ്രഷൻ ഇടണേ. ഞാൻ ഒന്നും കൂടെ വെക്കുന്നുണ്ട്. അനഘ പാടിക്കും, അപ്പോൾ കറക്റ്റ് ആവും, കുറച്ചും കൂടെ കറക്റ്റ് ആവും. റെഡി? 1, 2, 3. ടിയ 1, 2, 3. റെഡിയല്ലേ? ഓണാക്കട്ടെ? റെഡി? ഓക്കെ, സ്റ്റാർട്ട്. ഓക്കെ, ഓക്കെ 1, 2. പക്ഷെ ഒരുമിച്ച് വേണം കേട്ടോ, അല്ലാതെ ചെയ്യല്ലേ. ഓക്കെ, റെഡി? 1, 2, 3. ടീ എങ്ങോട്ട് കറങ്ങി. ഓക്കെ, നിങ്ങൾ രണ്ടുപേരും ഗ്യാപ്പ് പാടില്ല കേട്ടോ. രണ്ടുപേരുടെയും ഷോൾഡർ കറക്റ്റ് ആവണേ. ഓക്കെ, റെഡി? ചേച്ചി കറങ്ങുമ്പോൾ ടീക്കുട്ടി അവിടെ നിന്ന് കറങ്ങുക, പിന്നെ രണ്ടുപേരുടെയും ഷോൾഡർ. റെഡി അല്ലേ? ഓക്കെ, പിച്ച് ഇവിടെയാണോ നിൽക്കുന്നത്? ഓക്കെ, ശരി. ഓക്കെ, റെഡി? 1, 2, 3 സ്റ്റാർട്ട്. അയ്യോ അതല്ല, ഒന്നുകൂടെ ചെയ്തുതരാം. ഓണവില്ലു ഇങ്ങനെ. ഓക്കെ, അല്ല തീർന്നില്ല. എല്ലാം കഴിഞ്ഞിട്ടാണ്, ഫോട്ടോ ഒക്കെ കഴിഞ്ഞിട്ട് ഏതെങ്കിലുമൊക്കെ കൊണ്ടിട്ടോ. എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഫോട്ടോഗ്രാഫർ കുഞ്ഞു കുത്തു മതി. അപ്പോഴാണ് നമുക്ക് ചന്ദനൊക്കെ ഇടാനുള്ള ഇത് ഓർമ്മ വന്നത്. ഇനി അദ്ദിക്കുട്ടനൊന്ന് ഇട്ട് കൊടുത്തേ. ഓക്കെ, എന്നാലേ ഫോട്ടോയ്ക്ക് ഭംഗി ഉണ്ടാവുള്ളൂ എന്നാ പറയുന്നത്. പൊട്ടും വെച്ചിട്ടുണ്ടായിരുന്നില്ല മമ്മ. എന്ത് മമ്മയാടാ അത്?
ഓണം സ്പെഷ്യല് നമ്മൾ ഓൾറെഡി പൊട്ട് വെക്കാത്തത് കൊണ്ട്. ഓക്കെ, അദ്യക്കുട്ടൻ സെറ്റാക്കി. അല്ല, തീർന്നില്ല. ഓക്കെ അല്ലേ? സ്റ്റാർട്ട് ചെയ്യട്ടെ. റെഡി, 1 2 3 സ്റ്റാർട്ട്. അല്ല, തീർന്നില്ല. जिया जले जा जले नैना तले धुआं चले धुआं चले रात भर धुआं चले जाने